ഇന്ന് പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയായ സീതത്തോട്, അവിടെ മലയുടെ മുകളിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ തൊഴാനും അവിടെ കാണാനും നല്ല രസമാണ്. ഇതാണ് സീതത്തോട് ജംഗ്ഷൻ. ഇത് പുതുതായിട്ട് പണിതൊരു പാലമാ കണ്ടിട്ട്. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു പവർ ഹൗസ് ഉണ്ട്. ഇതാണ് ആ പവർ ഹൗസ്. ഇത് മൂഴിയാർ ഡാമിൽ നിന്ന് ടണൽ വഴി വെള്ളം കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന് കക്കാട്ട് ഡാമും എന്നും പറയും. കക്കാട്ട് ഡാമല്ല, കക്കാട്ട് പവർ ഹൗസ്. പവർ ഹൗസിൽ കറണ്ട് എടുത്തിട്ട് വെള്ളം പോകുന്ന ടണലായത്. ഇത് നേരെ ചെന്ന് കക്കാട്ട് ആറിൽ ഇറങ്ങും. ആ ആറ് ഒഴുകി ചെന്ന് പമ്പയാറ്റിലോട്ടാണ് ചേരുന്നത്. അതുകൊണ്ട് ആ കാണുന്ന മലയുടെ മുകളിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ശിവക്ഷേത്രം. ഈ സ്ഥലമെല്ലാം കാണാനെല്ലാം നല്ല രസമാണ്. ഇവിടം പരിസ്ഥിതിലോല പ്രദേശം കൂടിയാണ്. ജൂൺ ജൂലൈ ആഗസ്റ്റിലെയൊക്കെ അതിശക്തമായ മഴയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ നടക്കാൻ സാധ്യത കൂടിയ ഒരു മേഖലയാണ്. ആ ക്ഷേത്രത്തിലേക്ക് പോകാനെ കൊണ്ടുള്ള വേറൊരു വഴിയാണിത്. ഈ വഴിയും വാഹനം പോകും, പക്ഷെ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള വഴിയേ ഉള്ളൂ. ഞാനതുകൊണ്ട് അപ്പുറത്തെ വഴി കൂടെ പോകുന്നത്. ഈ വഴിയെ വരുമ്പോൾ അതാണ്ട് ഇവിടെ ഒരു ടണലുണ്ട്. ഇത് നിരോധിത മേഖലയാണ്, ഇങ്ങോട്ട് പോകരുത്. പോയാൽ തന്നെ അതൊന്നും പൊളിച്ച് അകത്ത് കയറാൻ നോക്കരുത്. നമ്മൾ ആ ടണലിൻ്റെ അവിടോട്ട് ചെവി ചേർത്ത് പിടിച്ചാൽ മൂഴിയാർന്ന് പവർ ഹൗസിലേക്ക് വെള്ളം വരുന്ന ആ ടണലിൻ്റെ സൗണ്ട് കേൾക്കാം. ദേണ്ട ബോർഡ് എഴുതി വെച്ചേക്കുന്നു, നിരോധിത മേഖല. ദേണ്ട ഇതുവഴി നടന്ന് ക്ഷേത്രത്തിലേക്ക് കയറിപ്പോവാം. പക്ഷേ നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മലയുടെ മുകളിലേക്ക് കുത്തുകയറ്റമാണ്. ഒരുപാട് നടക്കാനുണ്ട്. അന്നേരം വാഹനത്തെ ഇനി ക്ഷേത്രത്തിലേക്ക് പോകുകയാണ്. ഈ വഴിയേ പോകുന്നത്. രണ്ട് സൈഡിലും ആൾ താമസക്കാരൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെ എതിരെ ഒരു ഓട്ടോയോ ഓരോ കാറോ വന്ന എവിടെയെങ്കിലും ഒന്ന് നിർത്തി സൈഡ് കൊടുക്കാൻ സൈഡുണ്ട്. അപ്പുറത്തെ റോഡിലാണെങ്കിൽ ഒരു വാഹനം കഷ്ടിച്ച് പോകാനുള്ള സൈഡേ ഉള്ളൂ. അതുകൊണ്ട് ആ റോഡ് വഴി പോകുന്ന അത്ര പന്തിയല്ല. നമ്മൾ ഇതുവഴി ഇങ്ങനെ കയറി കറങ്ങി ആ ക്ഷേത്രത്തിൻ്റെ അവിടെ വരണം. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന താഴോട്ടൊക്കെ നോക്കി കാണാനൊക്കെ നല്ല രസമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ ആ റോഡ് ആ ഭാഗത്താണ് വന്ന് ചേരുന്നത്. എന്നിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒറ്റ വഴിയാണ്. ഈ വഴിയെ വേണം എന്നിട്ട് പോകാൻ. ആ റോഡ് ടോപ്പിൽ വന്നിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങണം. ഇത് ക്ഷേത്രത്തിൻ്റെ ആ മുകൾ ഭാഗമാണ്. ഞാൻ വന്ന ബൈക്കാണ്, നമ്മുടെ കൂട്ടുകാഴ്ചയാണ് അത്. ഞാനവിടെ ഇറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടി നടന്ന് വീഡിയോ എടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക. ഇത് ക്ഷേത്രത്തിൻ്റെ ആ ടോപ്പ് നിന്ന് എടുത്ത വീഡിയോയാണ്. ഇവിടെ എല്ലാം കാണാൻ നല്ല രസമാണ്. അത്യാവശ്യം മഴ ചാറുന്നുണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു കിണറാണ്. ഈ കിണർ പറ്റത്തില്ല. ക്ഷേത്രത്തിലെ ആവശ്യത്തിന് ഏത് വെയിൽ സമയത്തും ആ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടും. ഇന്നൊരു 1-ാം തീയതി ദിവസമായിരുന്നു. അതുകൊണ്ട് കഞ്ഞിയും പയറും ഇവിടെ ഉണ്ടായിരുന്നു. കഞ്ഞിയും പയറും കുടിച്ചു. ആലുവാങ്കുടി ക്ഷേത്രത്തിൽ പോയപ്പോഴും കഞ്ഞിയും അസ്ത്രവും കഴിച്ചായിരുന്നു. ആലുവാങ്കുടിയുടെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. ശംഭോ മഹാദേവ. ഇത് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മളാ കയറി വന്ന ആ ഭാവമാണ് ഈ കാണുന്നത്. ആ കാണുന്നത് സീതത്തോട് ജംഗ്ഷനാണ്. ഇതാണ് ശിവക്ഷേത്രം. ഓം നമഃശിവായ. ശിവക്ഷേത്രങ്ങളിലെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ക്ഷേത്രത്തിൽ ഞങ്ങൾ വന്നപ്പോൾ ഏണ്ടൊരു 11:30 ആയി. അതുകൊണ്ടാണ് ആളും അനക്കമൊന്നും ഇല്ലാത്തത്. വായനക്കാരുണ്ട്, വായിച്ചുകൊണ്ടിരിക്കുക. കന്നിമാസം ഒരു 1-ാം തീയതിയാണ് ഇന്ന്.
ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറി തൊഴുതു. നേരത്തെ ഞാനിവിടെ ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പം ഉച്ചസമയമായിരുന്നു, ക്ഷേത്രമെല്ലാം അടച്ച് ആളും പേരും ആരുമില്ലായിരുന്നു. അന്നും ഇതുപോലെ തന്നെ മഴയായിരുന്നു. ആ കാണുന്ന ഗേറ്റ് കണ്ടോ? ഞാൻ നടന്നു വരാനുള്ള വഴി കാണിച്ചത് ഇങ്ങനെ നടന്നു വേണം കയറി വന്ന് ആ ഗേറ്റ് വഴി വേണം ക്ഷേത്രത്തിലേക്ക് കയറാനൊക്കെ. ഇവിടെ ശിവഭഗവാനെ കൂടാതെ മല ഊരാളി ഉണ്ട്. മലയൂരാളിക്ക് മുറുക്കാൻ വെച്ച് കരിക്കുടയ്ക്കാനുള്ള സൗകര്യവും ആണ് അത്. ശകലം മുമ്പേ കണ്ട അത് അവിടുത്തെ ഊരാളിയാണ്. ഇത് കൂടാതെ പ്രതിഷ്ഠയായിട്ട് ഗണപതി, ഭദ്രകാളി, പാർവതി ഇത്രയും ഉപദൈവങ്ങളും ആ ക്ഷേത്രാങ്കണത്തിൽ തന്നെ ഉണ്ട്. ശംഭോ മഹാദേവ. ഇത് ക്ഷേത്രത്തിൻ്റെ ആ തൊട്ട് താഴെ ആ ഗേറ്റ് കയറി വരുമ്പം വെച്ചേക്കുന്നതാണ് ഉപദൈവങ്ങളെ. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരമെല്ലാം ഒന്ന് ചുറ്റിക്കാണാം. ഇവിടെ വരണം, ഇവിടെ വന്ന് കണ്ടാൽ നല്ല രസമാണ്. നമുക്ക് ഒരു യാത്രയിൽ ശിവഭഗവാനെയും കണ്ട് തൊഴുത് നല്ല മനോഹരമായ സ്ഥലങ്ങളും കണ്ട് കണ്ണിനും നല്ല ഒരു കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ചുറ്റിക്കാണാം. ഇത് ശബരിമല വന മേഖലയാണ്. ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഉൾവനങ്ങളാണ്. ആനയും പുലിയും കടുവായും എല്ലാം ഉള്ളതാണ്. ഏകദേശമൊക്കെ കടുവ റിസർവയറിൻ്റെയൊക്കെ അടുത്തടുപ്പിച്ച് വരുന്ന മേഖലകളാണ്. ഇതാണ് താഴെ നിന്ന് നടന്നു കയറി വരുന്ന ആ സ്റ്റെപ്പ്. നടക്കാൻ കുഴപ്പമൊന്നുമില്ലാത്തവർക്കും നടക്കാൻ ആഗ്രഹമുള്ളവർക്കും നടന്ന് കയറി വരാനെക്കൊണ്ട് കുറച്ച് ഏരിയ ഉണ്ട്, കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ പാറയുടെ നടുക്കൂടാണ് ആ വഴി. ശംഭോ മഹാദേവ. എന്നാൽ ഇതാണ് കോട്ടപ്പാറ മലനട ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. ശംഭോ മഹാദേവ. ആലുവാങ്കുടി ശിവക്ഷേത്രത്തിൻ്റെ വീഡിയോ കാണണം. അതും ഉൾവനത്തിലെ ഒരു ക്ഷേത്രമാണ്. ഉൾവനമല്ല, കൊടും വനത്തിലെ ഒരു ക്ഷേത്രമാണ്. പോകുന്നത് തന്നെ ഒരു സാഹസിക യാത്രയുമാണ്. വീഡിയോ കാണണം.